അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ബേസിക് സ്റ്റിച്ചിലെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഷീപ്പ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് 3 ലൈൻ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, 3 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മീദത്തെ ലൈനിൽ നിന്നും സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ലൈനിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 3 സ്റ്റിച്ച് ചെയ്തെടുക്കുക. 3-5 സ്റ്റിച്ചുകൾ ചെയ്യുക കേട്ടോ. ഞാനിവിടെ 3 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അടുത്തടുത്തായിട്ട് ഇതുപോലെ 3 സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ. ഇനി ഇതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളെ സെൻറ്ററിലെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സെൻറ്ററിലെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് കൂടെ ഇതുപോലെ നീഡിലെടുത്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ എടുക്കുക. ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ അടിയിലൂടെ എടുത്തിട്ട് ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ സെൻറ്ററിലെ സ്റ്റിച്ചിൻ്റെ താഴേക്ക് ഇറക്കി കൊടുക്കുക. കണ്ടോ, സെൻറ്ററിലെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ നീഡിലെടുത്തത്. അതിന് ശേഷം ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് വീണ്ടും സെൻറ്ററിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി ശ്രദ്ധിക്കുക. 3 സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ 3 സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തു അല്ലേ. ഇനി അതിന് ശേഷം നടുക്കലത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നീഡിലൊന്ന് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചില്ലേ, ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ അടിയിലൂടെ സെൻറ്റർ സ്റ്റിച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ താഴേക്ക് ഇറക്കി കൊടുത്താൽ ഇങ്ങനൊരു കെട്ട് വീഴും. കണ്ടോ, ഇതാണ് ഷീപ്പ് സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലേ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതന്നെ കണ്ട് പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതിൽ ഞാൻ പഠിപ്പിക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തരുന്ന സ്റ്റിച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അറിവിൽ ഫ്രണ്ട്സുകൾക്കോ റിലേറ്റീവ്സിനോ അത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ പേന കൊണ്ടൊന്ന് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ.